എടുത്തിരിക്കുന്നത്. 2 പൈൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വരുന്നത് ആ പൈൽ സെലക്ട് ചെയ്യുക. പൈൽ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ പൈൽ സെലക്ട് ചെയ്തവർക്ക് എംപറർ കാർഡാണ് വന്നിരിക്കുന്നത്. നല്ല ബുദ്ധിപരമായി ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ വിജയിച്ച് എല്ലാം നേടിയെടുത്തതാണ്. നല്ല നേതൃത്വ പാഠവുമുള്ളതും നല്ല അധികാരത്തിലിരിക്കുന്നതുമായ വ്യക്തിത്വത്തിനുടമയാണ്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് ഈ കാർഡ് വന്നിട്ടുള്ളതെങ്കിൽ അവർ ഒരു കാര്യവും ഹൃദയം കൊണ്ട് ഷെയർ ചെയ്യില്ല. കാരണം ഇവർ ഇമോഷണൽ അല്ല, ബ്രെയിൻ കൊണ്ടാണ് എല്ലാം ചിന്തിക്കുന്നത്. ജോലി സംബന്ധമായിട്ടാണ് നോക്കുന്നതെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിക്ക് ചാൻസ് ഉണ്ട്. അത് ഒരു വിദ്യാഭ്യാസപരമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല നോളജ് വരാൻ ചാൻസ് ഉണ്ട്. ന്യൂമറോളജി പ്രകാരം 4 എന്നത് രാഹുവിൻ്റെ നമ്പറാണ്. നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഹാർഡ് വർക്ക് ചെയ്യുന്ന എന്ത് കാര്യവും സ്വയം പ്രയത്നത്താൽ നേടിയെടുക്കുന്ന വ്യക്തിയാണ്. രാഹു വന്നാൽ സ്ട്രഗിളാണ്, റെസ്ട്രിക്ഷൻ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുക. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത വ്യക്തികൾക്ക് കിട്ടിയത് 10 ഓഫ് വാൺസ് എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. 10 ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു ഫയർ എലമെൻ്റ് ആണ്. അതിനകത്ത് വരുന്നത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അതായത് മേടം, ചിങ്ങം, ധനു ഇതാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് കാണുന്നത് ഒരു സ്ട്രെസ്സിലൂടെ, നല്ല സ്ട്രെസ്സിലൂടെ നടന്നു